നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം സിൽവറാണ്. നമുക്കറിയുന്ന പോലെ തന്നെ വെള്ളിയുടെ വില കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മുകളിലേക്ക് വളരെയധികം പോവുകയും ചെയ്തു. അതേപോലെ തന്നെ ഒട്ടനേകം നിക്ഷേപകർക്ക് വളരെയധികം ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. ഉദാഹരണമായിട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 90 രൂപ എന്ന വില നിലവാരത്തിൽ നിന്നും ഒരു വർഷത്തിനുള്ളിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 360 രൂപ റെക്കോർഡ് ചെയ്തു. അതായത് ഏകദേശം 4 ഇരട്ടിയോളമായി എന്നർത്ഥം. പോരാത്തതിന് കഴിഞ്ഞ 2 മാസത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ, വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 69 ട്രേഡിംഗ് ഡേയുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 150% അടുത്ത് വരുന്ന റിട്ടേൺസാണ് സിൽവർ നൽകിയത്. പ്രത്യേകിച്ച് ജാനുവരി മുതൽ അത് ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് കയറ്റമായിരുന്നു. ഈ കയറ്റത്തിന് ശേഷം 350-360 വില നിലവാരത്തിൽ നിന്നും ഇപ്പോൾ ഏകദേശം 220 വില നിലവാരത്തിലേക്ക് എത്തി നിൽക്കുന്നു. പലർക്കും ഈ ഒരു വില നിലവാരത്തിൻ്റെ പോക്ക് കണ്ടിട്ട് വളരെയധികം വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പോരാത്തതിന് ഈ 10-40% വിലത്തകർച്ച, അത് വലിയൊരു ലാഭം വന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒന്നിച്ച് വലിയ നഷ്ടം സംഭവിച്ചതിൻ്റെ മുകളിലും ഉള്ള വളരെയധികം ആവലാതികളും വേവലാതികളും ഇരിക്കുന്നു എന്നുള്ളൊരു സത്യം നിലനിൽക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എല്ലാവരും ചോദിച്ചത്, ഇനി സിൽവറിൻ്റെ ഭാവി എന്താണ്? കൂടാതെ ഇപ്പോൾ താഴേക്ക് ഏകദേശം 10-30% കറക്ഷനൊക്കെ വന്നുകൊണ്ട് താഴേക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഏറ്റവും ഒരു സുവർണാവസരമാണോ എന്നൊക്കെ ഉള്ളതാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അതൊരു യുഫോറിയ പോലെ എല്ലാവരിലേക്കും പടർന്നു പിടിക്കുകയും കൂടാതെ സോഷ്യൽ മീഡിയ അതിന് വളരെയധികം പ്രചാരം നൽകുകയും ചെയ്യുന്ന ഒരു കാലമാണിത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നവംബർ മാസം മുതൽ ഇങ്ങോട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള ഏതൊരു പോസ്റ്റോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോകളോ ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, സിൽവറാണ് ഇനി ഭാവി മൊത്തം എന്നുള്ളതും സിൽവർ വിട്ടൊരു കളിയുമില്ല ലോകത്ത് എന്നുള്ള രീതിയിലുമാണ്. പക്ഷേ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന പലരും ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ മെയ്യിൽ, അതായത് 2025 മെയ്യിൽ ആ കാലങ്ങളിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സിൽവറിനെ കുറിച്ച്. സിൽവറോ ഗോൾഡോ ഏതാണ് നല്ലതെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മളൊരു അനാലിസിസ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നത് സിൽവറാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്, അതിൻ്റെ അകത്ത് പല പല ഇൻഡസ്ട്രിയൽ പ്രോസ്പെക്ട്സും ഒക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ മിനിമം ഒരു ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ്. ആ ഒരു കാലത്ത് സിൽവറിൻ്റെ വില ഏകദേശം 95 രൂപ വില നിലവാരത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ എങ്കിൽ പോലും നമ്മൾ അന്നത്തെ കാലത്ത് നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു വർഷത്തിനുള്ളിൽ ഈ ഒരു സിൽവർ ഒരു 200 രൂപയുടെ അടുത്ത് എത്തിയേക്കാം എന്നുള്ളതാണ്. പക്ഷേ അതിന് ശേഷം കാര്യമായിട്ട് മുകളിലേക്ക് പോയി എന്നുള്ളൊരു സത്യമുണ്ട്. അപ്പോൾ 200 രൂപ എന്ന് പറയുന്നതായിരുന്നു മാക്സിമം നമ്മൾ ബെസ്റ്റ് കേസ് സിനാരിയോയിൽ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടുള്ളൊരു കാര്യം. അതിൻ്റെ അപ്പുറത്തേക്ക് പോയതൊക്കെ സത്യം പറഞ്ഞാൽ ബോണസാണ്. പക്ഷേ മുകളിലേക്ക് പോകും തോറും എല്ലാവരും കൂടുതൽ വാങ്ങിച്ചു കൂട്ടുകയും പിരമിഡിങ്ങൊക്കെ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു പുഷ് വളരെയധികം പേർക്ക്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇതിൻ്റെ അകത്തേക്ക്, സിൽവറിൻ്റെ അകത്തേക്ക് വന്നു കയറാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാണാൻ കഴിയും നമ്മുടെ കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളും ETF-കളും തമ്മിൽ ഉള്ള പ്രീമിയംസ് വളരെ കൂടുതലായിരുന്നു. അത് വളരെ വൈഡനായി വന്നു. ഇപ്പോൾ കോമക്സ് ആണെങ്കിലും ശരി, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച്, ഇതും തമ്മിലുള്ള പ്രീമിയം നമ്മുടെ ഇന്ത്യയിലെ ETF നമ്മുടെ വലുതാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെ ആയിരുന്നു. രണ്ടാമത്തെ കാരണം നമ്മൾ ഫണ്ടമെൻ്റൽ റീസൺസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ചൈനയിൽ നിന്നുള്ള സിൽവറിൻ്റെ എക്സ്പോർട്ട് അവർ റെഗുലേറ്റ് ചെയ്തു, അത് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. കൂടാതെ ഗ്രീൻലൻഡിൻ്റെ കേസിൽ US-ഉം യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ, അതുകൊണ്ട് ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പ്രഷ്യസ് മെറ്റൽസിനൊക്കെ വില കൂടുമെന്നുള്ളൊരു ധാരണ, അതിൻ്റെ അകത്ത് ഗോൾഡ് എല്ലാവരും വിട്ടിട്ട് സിൽവറിലേക്ക് വന്നു, കാരണം ഇൻഡസ്ട്രിയൽ റെലവൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട്, ഇങ്ങനെയുള്ള ഒട്ടനേകം കാരണങ്ങൾ കൊണ്ടാണ് മുകളിലേക്ക് പോയത്. പക്ഷേ അതിനകത്ത് നമ്മൾ മറന്നുപോയ പ്രധാനപ്പെട്ട ഒരു കാര്യം, EV-ക്കും അതേപോലെ തന്നെ സോളാർ പാനലിനും ഇങ്ങനെയൊക്കെയുള്ള എല്ലാത്തിനും ഒത്തിരി സിൽവർ വേണം. പല യൂസ് ചെയ്യുന്ന സിൽവർ പലതും റിക്കവറബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ കിലോ കണക്കിനുള്ള സിൽവറിൻ്റെയൊക്കെ കഥകളൊക്കെ പലരും പറയുന്നതും ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഇതിൽ വിട്ടുപോയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് സിൽവറിന് 150% റിട്ടേൺസ് നൽകാൻ മാത്രമുള്ള ഒരു പെട്ടെന്നുള്ളൊരു ഡിമാൻഡോ അല്ലെങ്കിൽ സ്കേഴ്സിറ്റിയോ ഉണ്ടായി വന്നിരുന്നോ എന്നുള്ളതാണ്. സ്റ്റോക്കൊക്കെ ആണെങ്കിൽ നമുക്ക് PE റേഷ്യോ ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അനലൈസ് ചെയ്യാം. അതായത് ഈ വില കൂടുന്നതിനനുസരിച്ച് ഇത്ര ഏണിങ്സ് ഈ കാലത്തിൻ്റെ അകത്ത് കൂടാൻ വഴിയുണ്ടോ എന്നുള്ളത്. പക്ഷേ ഒരു ബൂളിയനെ സംബന്ധിച്ചാണെങ്കിൽ ഇതിന് യൂട്ടിലിറ്റിയോ അല്ലെങ്കിൽ ഡിമാൻഡോ ഇതിനനുസരിച്ച് കൂടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതിന് ഉപോത്ബലകമായിട്ട് ഡിമാൻഡ് കൂടുന്നു അല്ലെങ്കിൽ സ്കേഴ്സിറ്റി ഉണ്ടാകുന്നു, സപ്ലൈ കുറയുന്നു എന്നുള്ളതിന് ഉപോത്ബലകമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല സോഷ്യൽ മീഡിയ വിദഗ്ധന്മാരും പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാങ്കുകളുടെ കയ്യിലുള്ള ഫിസിക്കൽ സിൽവറൊന്നും ഇത്രയില്ല, പേപ്പർ സിൽവറുകൾ മാത്രമേ ഉള്ളൂ, നാട്ടുകാരുടെ അടുത്ത് കാശ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. ഇവിടെയുള്ള ഫിസിക്കൽ സിൽവറിന് വളരെയധികം സ്കേഴ്സിറ്റി ഉണ്ട്, ക്ഷാമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വാങ്ങിക്കാവുന്നിടത്തോളം വാങ്ങിച്ചു കൂട്ടിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് തന്നെ അത് എന്തുമാത്രം ശരിയല്ല എന്നുള്ളൊരു കാര്യം യുക്തിപരമായി ആലോചിക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ 350-360 എന്ന വില നിലവാരം യഥാർത്ഥത്തിൽ ഒരു ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു വില നിലവാരമാണ്. അഥവാ
ഈ ഒരു വലിയൊരു പ്രീമിയം ഉണ്ടാക്കിയെടുത്തത് അതൊരു റീറ്റെയിൽ പുഷ് കൊണ്ടാണ് പല ETF-കൾക്കും. ചൈനയുടെ സിൽവർ സപ്ലൈ കുറഞ്ഞാൽ പോലും ഈ പറഞ്ഞ സിൽവറിൻ്റെ വിലയിലുള്ള ഈ ഒരു ഷൂട്ടപ്പിന് അത്രയ്ക്ക് മാത്രമുള്ള ഒരു ക്ഷാമം ഇവിടെ നേരിടാൻ പോകുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കുറേ കാലത്തേക്കെങ്കിലും ചൈന തന്നെയായിരിക്കും സോളാർ പാനലാണെങ്കിലും ശരി, EV സപ്ലൈയുടെ കാര്യത്തിനാണെങ്കിലും ശരി, മാനുഫാക്ചറിങ് കൂടുതൽ നടത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സിൽവർ കാര്യമായിട്ട് പുറത്തേക്ക് വന്നില്ലെങ്കിൽ പോലും വലിയൊരു ക്ഷാമം നേരിട്ടിട്ട് നാട്ടുകാർ മരിക്കാനൊന്നും പോകുന്നില്ല. 200 രൂപയിൽ നിന്നും മുകളിലേക്കുള്ള മുഴുവൻ വിലയും, അതായത് 360 രൂപ എന്ന് പറയുന്ന ആ ഒരു വില വ്യത്യാസം പൂർണ്ണമായിട്ടും നമുക്ക് വേണമെങ്കിൽ അത് സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ട് കൂടിയ വിലയായിട്ട് തന്നെ കരുതാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കാണുന്ന വില 200, 220, 230 എന്ന് പറയുന്ന വില അതൊരു ഫെയർലി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു വിലയായിട്ട് വേണം നമുക്ക് കണക്ക് കൂട്ടാൻ. അതുകൊണ്ടാണ് പലപ്പോഴും മുകളിലേക്ക് വില പോയി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചതോടൊക്കെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10% ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ് നല്ലത്. അന്ത്യകാലം വരെ ഇത് മുകളിലേക്കേ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ എന്നുള്ള ധാരണയിൽ സ്റ്റോപ്പ് ലോസ് വെക്കാതെ കാത്തിരുന്നാൽ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോയ്ക്ക് ഒരിക്കലും നല്ലതായിരിക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും എനിക്കറിയുന്ന കുറച്ച് പേരൊക്കെ 360 നിന്നും അത് ഏകദേശം 320, 315 ഒക്കെ ആയപ്പോഴത്തേനും അതിനകത്ത് നിന്ന് എക്സിറ്റ് ചെയ്തു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പോൾ വാങ്ങിച്ചു കൂട്ടണമോ വേണ്ടയോ എന്നുള്ളതാണ്. വാങ്ങിച്ചു കൂട്ടണോ വേണ്ടയോ എന്നുള്ളത് സ്വർണ്ണാവസരമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ വാങ്ങിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മുകളിലേക്ക് 360 വില നിലവാരത്തിലേക്ക് ഒരു മാസം കൊണ്ടോ മറ്റോ കയറി എത്തുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്താനുള്ള സാഹചര്യം കുറച്ച് കുറവാണ് എന്നുള്ളതാണ്. ഒരു വർഷത്തിനുള്ളിൽ എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ചിലപ്പോൾ എത്തിയേക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊരു റിട്രേസ്മെൻറ്റും പെട്ടെന്ന് അതേപോലെ തന്നെ കയറിപ്പോകും എന്നുള്ളൊരു പ്രതീക്ഷ ഒട്ടനേകം പാരാമീറ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇല്ല എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. അതേസമയം താഴോട്ട് വില വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്മോഡിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു താഴോട്ട് വീണുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ചോട്ടിൽ നിന്നിട്ട് പിടിക്കാൻ വേണ്ടി നോക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് പണ്ട് പറയുന്ന പോലെ തന്നെ ഒരു 30-40-30 എന്ന് പറയുന്ന ഒരു റൂളൊക്കെ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതായത് 30% കയ്യിലുള്ള ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പണത്തിൻ്റെ ഒരു 30% വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു പ്രൈസ് ഡ്രോപ്പ് ഒരു 10-15% അല്ലെങ്കിൽ ഒരു 20% എന്ന് പറയുന്ന ഒരു പ്രൈസ് ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള 40% നിക്ഷേപിക്കാം. ബാക്കിയുള്ള 30% വീണ്ടും ഒരു 20% മറ്റോ താഴേക്ക് പോവുകയാണെങ്കിൽ നിക്ഷേപിക്കാം. ഇല്ലെങ്കിൽ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കൺഫേംഡ് ആയിട്ട് ഒരു അപ് ട്രെൻഡ് എന്നുള്ളൊരു സിഗ്നൽ കിട്ടിയാൽ നിക്ഷേപിക്കാം. ഒരു കാര്യം മനസ്സിൽ വെക്കുക, ലോകത്താർക്കും ഒരിക്കലും മൊത്തം ക്യാഷും നിക്ഷേപിച്ച് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സത്യം കൂടി മനസ്സിൽ വെക്കുക. വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കാലത്തും 90% കൂടുതൽ ക്യാഷ് നിക്ഷേപിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വർഷം മുമ്പൊക്കെ വാങ്ങിച്ചവരെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോഴും അത് വളരെ അധികം മോശമില്ലാത്ത ഒരു ലാഭത്തിലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു താഴേക്കുള്ളൊരു പോക്കാണെന്ന് കരുതി പെട്ടെന്ന് നാളെ തന്നെ ചാടിക്കയറി വിൽപ്പന നടത്താതിരിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം 2.5 ഇരട്ടി ലാഭത്തിലാണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഈ ഒരു കാര്യം കൂടി മനസ്സിൽ വെക്കുക. അതുപോലെ തന്നെ ഗോൾഡോ സിൽവറോ എന്തോ ആകട്ടെ, അത് ഒരു 10 മുതൽ 15% അപ്പുറം നിങ്ങളുടെ മൊത്തം പോർട്ട്ഫോളിയോയിൽ അലോക്കേറ്റ് ചെയ്യാതിരിക്കുക. ആകത്തുക നോക്കുമ്പോൾ ഒരു ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷാണ്, പക്ഷേ ഷോർട്ട് ടേം ട്രെൻഡ് അത് കുറച്ച് ബെയറിഷാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടതുപോലെ തന്നെ എല്ലാ കമ്മോഡിറ്റി എക്സ്ചേഞ്ചസും ലെവറേജ് കുറച്ച് കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സിൻ്റെ പല പൊസിഷൻസും ലിക്വിഡൈസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നു സിൽവർ പ്രൈസ് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി വരാതെ ഒരു ലെവറേജ് ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഈ കാര്യം കൂടി മനസ്സിൽ വെക്കുക. വെറും ടെക്നിക്കൽസ് മാത്രമല്ല, ഈ ഒരു അണ്ടർലൈയിങ് അസറ്റ് ശരിക്കും ട്രേഡ് ചെയ്യുന്ന കമ്മോഡിറ്റി എക്സ്ചേഞ്ചുകളുടെ അവ നൽകുന്ന മാർജിൻ്റെ കാര്യം കൂടി കണക്കിലെടുക്കുക. അതിനുശേഷം മേൽപ്പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ നിക്ഷേപവും ക്രമീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.